ഹലോ! അങ്ങനെ നമ്മുടെ ഉപ്പും മുളകില് കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സിദ്ദു അളിയൻ തിരികെ വന്നു അല്ലേ? അപ്പൊ പിന്നാലെ കുറേ പേരിങ്ങനെ കമന്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദു അളിയനെ കൊണ്ടുവരാമെങ്കിൽ മുടിയനെയും കൊണ്ടുവരാം. അത് ഫ്ലവേഴ്സ് ടിവിയുടെ അനീതിയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബാലു അച്ഛനെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സിദ്ദു വന്നതിന് പിന്നാലെ നമ്മുടെ ബാലു അച്ഛനും മുടിയനും ദിയയും കൂടെ വരികയാണെങ്കിൽ എന്തൊരു പൊളിയായിരിക്കും അല്ലേ നമ്മുടെ എപ്പിസോഡുകളെല്ലാം. നമ്മുടെ ദിയ വന്നാലും മുടിയൻ വന്നാലും ബാലു അച്ഛൻ വന്നാലും പാറമട വീട് വേറെ ലെവലാകും. നമ്മുടെ അമ്മ അച്ഛൻ മരുമോൻ കോംബോ അതൊരു രക്ഷയില്ലാത്ത കോംബോ തന്നെയായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ സിദ്ദുവും ബാലുവും തമ്മിലുള്ള ആ ഒരു രസകരമായിട്ടുള്ള രംഗങ്ങളും കോമഡിയും ഒക്കെ എന്ത് രസമായിരിക്കും അല്ലേ കാണാൻ. അങ്ങനെയുള്ള ഒരു കാഴ്ചകളൊക്കെ കാണാൻ നമ്മുടെ ഉപ്പും മുളകും പ്രേക്ഷകർക്ക് ഒരു ഭാഗ്യം ഉണ്ടാകുമോ? ചോദ്യം തന്നെയാണ് അല്ലെ. എന്തായാലും നമ്മുടെ സിദ്ധു അളിയനെ തിരികെ നമ്മുടെ സിദ്ധാർത്ഥിനെ തിരികെ കൊണ്ടുവരാമെങ്കിൽ നമ്മുടെ ബാലുവിനെയും മുടിയനെയൊക്കെ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇവരൊക്കെ ഒരുമിക്കുന്ന ഒരു കിടിലൻ കാഴ്ചകൾ കിടിലൻ സർപ്രൈസ് തന്നെ ആവട്ടെ ഇനി വരാൻ പോകുന്നത്. കാത്തിരുന്നേനെ കാണട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.